Krishna's color key. Let's talk, let's chat and let's enjoy. നമസ്കാരം, എല്ലാവർക്കും കൃഷ്ണ സ്കൂളിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡ്സിലൊന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആരെങ്കിലുമൊക്കെ ഉത്തരം എഴുതിട്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പം കമൻറ്റ് ബോക്സിൽ എപ്പിസോഡ് 16 കമൻറ്റ് ബോക്സിലൊന്നും ഞാൻ കണ്ടില്ല. അതിൻ്റെ ഉത്തരം ആരും പറഞ്ഞായിട്ടും എനിക്ക് വാട്സപ്പിലൊന്നും വന്ന് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഹൈ അടിച്ച് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. കാര്യം കുറച്ച് ദിവസങ്ങളായല്ലോ നമ്മുടേത് കഴിഞ്ഞിട്ട്. അപ്പോൾ എപ്പിസോഡ് 16 ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ദേവാസുരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ദേവാസുര മൂവിയിൽ മോഹൻലാലിൻ്റെയും രേവതിയുടെയും ഒരു നൃത്തത്തിൻ്റെ ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ആ നൃത്ത സംഗീതം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് ഈ 16th എപ്പിസോഡിൽ. അപ്പോൾ അതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാട്ട് ഏതാണെന്ന് വെച്ചാൽ അങ്കോപാംഗം സ്വരമുഖരം, അതായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്കോപാംഗം സ്വരമുഖരം ദ്രുതചലനം ആളുമീ ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ ഹവ്യമായി. ചോദ്യം ഹവ്യമായിരുന്നു. ഹവ്യം അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എൻ്റെ അർത്ഥം പറയാം. കാര്യം കുറച്ച് കട്ടിയുള്ള ഇപ്പോഴത്തെ കാലത്തുള്ള ആർക്കും മനസ്സിലാവത്തില്ല. കാര്യം പൊതുവേ ഇപ്പോൾ മലയാളം ആരും പഠിക്കുന്നില്ല. രണ്ടാമത് മലയാളത്തിൻ്റെ ഹാർഡായിട്ടുള്ള വേർഷൻസ് ഒന്നും പാട്ടുകളിൽ വരുന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്, പക്ഷേ പിന്നെ കാലക്രമേണ നമ്മൾ വാക്കുകളൊന്നും യൂസ് ചെയ്യാതെയായി. പിന്നെ സാഹിത്യത്തിൽ മാത്രമായി പല വാക്കുകളും. അപ്പം ഞാൻ പറഞ്ഞു അങ്കോപാംഗം തന്നെ അന്ന് തന്നെ ആ പാടിയതെങ്കിൽ ചിലപ്പം മിസ്റ്റേക്ക് ആയിരിക്കാം. ഗോപാംഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിന് ഭംഗി കൂടിയിരുന്നത്. കാര്യം സൗന്ദര്യമുള്ള ഗോപസ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ സ്വരമുഖരം എന്ന് പറഞ്ഞാൽ സ്വരം ശബ്ദം അറിയാം. മുഖരം എന്ന് പറഞ്ഞാൽ അതിന് 3-4 അർത്ഥങ്ങളുണ്ട്. അതായത് പരിഹസിക്കുക, ശകാരിക്കുക, പറയുക എന്ന് ഏത് വേണേലും ആവാം. അപ്പോൾ അവരുടെ ശബ്ദം കൊണ്ട് അവർ പരിഹസിക്കുകയാണ് എന്ന് വേണേൽ നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ പാട്ടെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചിത്രം അതിൽ സെയിം സോങ് ഡാൻസ് രൂപത്തിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം ആ സോങ് എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം ക്രോധത്തോടെയാണ് അവർ ആ ഡാൻസ് ചെയ്യുന്നത്. അത്ര ഭയങ്കര രേവതി വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു ഡാൻസാണത്. ഡാൻസ് മാത്രമല്ല അഭിനയവും കാഴ്ചവെച്ചതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ അങ്കോപാംഗം സ്വരമുഖരം. അപ്പോൾ സ്വരമുഖരം മനസ്സിലായല്ലോ. അപ്പോൾ ശബ്ദത്തിലൂടെ അവർ പരിഹസിക്കുന്നുണ്ട്. പിന്നെ ദ്രുതചലനം, അവരുടെ ദ്രുതചലനം ഡാൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആളുമീ ഹോമാഗ്നിയിൽ, കാര്യം അവർ അത്രയും ദേഷ്യത്തിലാണ്. ഈ ആളുന്ന ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ ഹവ്യമായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ജന്മ ഹവ്യമായി, ഇതൊരു ഹവ്യം എന്ന് പറഞ്ഞാൽ നിവേദ്യം. അപ്പോൾ ഈ ജന്മം നിവേദ്യമായി അവർ ആ ഹോമാഗ്നിയിൽ ഇടുകയാണ് എന്നുള്ളതായിരിക്കണം കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് തന്നെയാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. പക്ഷേ അർത്ഥം പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ പോലെ നമ്മളിത് എന്താ പറയുക, മലയാള ഭാഷയെ എടുത്ത് അല്ല വാക്കുകളെടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ, അതിൻ്റെ പര്യായങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഈ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. പക്ഷെ നമ്മൾ മിക്കപ്പോഴും പഴയ പാട്ടുകളെല്ലാം നമ്മൾ പാടി ആസ്വദിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഹവ്യത്തിന് ആരും ഉത്തരം തന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രൈസില്ല ആർക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ. Krishna's color key. Let's talk, let's chat and let's enjoy.